പെരിയ കൊലപാതകം കഴിഞ്ഞത് മുതൽ കേൾക്കുന്നതാണ് പാർട്ടിക്ക് പങ്കില്ലെന്ന്. ഇങ്ങനെ ആണയിട്ട് ആവർത്തിച്ചിട്ടും ആ കുറ്റവാളികളെ എതിരേൽക്കാൻ പാർട്ടി നേതാക്കളുണ്ടായിരുന്നു, അംഗങ്ങളുണ്ടായിരുന്നു, മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ജയിലിലാകെ എത്ര പ്രതികളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിയ്യൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? സുഹൈലെ, പെരിയ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിയ്യൂർ ജയിലിൽ നിന്നും 9 പേരെ ആദ്യഘട്ടത്തിൽ എത്തിച്ചു. അതിൽ 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ ആദ്യത്തെ 8 പ്രതികൾ, 10-ാം പ്രതി, അങ്ങനെ 9 പ്രതികൾ. കാക്കനാട് ജയിലിലെ 5 പ്രതികൾ, അതായത് CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, അതോടൊപ്പം തന്നെ രാഘവൻ വെളുത്തോളി, മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ ഉൾപ്പെടെ ഉള്ള 5 പ്രതികൾ ആണ് 2-ാം ഘട്ടമായി കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ അവരെ മുദ്രാവാക്യം വിളികളോടെയാണ് പാർട്ടി പ്രവർത്തകർ അവരെ സ്വീകരിച്ചത്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അവരെ ജയിലിനകത്തേക്ക് കയറ്റിവിട്ടു. അങ്ങനെ വലിയ അഭിവാദ്യത്തോടെയാണ് ആ രംഗങ്ങളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ അരങ്ങേറുകയും ചെയ്തത്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗവും ജയിൽ ഉപദേശക സമിതി അംഗവുമായിട്ടുള്ള P ജയരാജൻ ജയിലിലെത്തിയിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹം ജയിലിലെത്തിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ മറ്റ് 9 പ്രതികളെ കൊണ്ടുവരുന്ന ഘട്ടത്തിലെത്തി വളരെ പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങിപ്പോയി. അതിനുശേഷം KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെ എത്തിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും എത്തി ആ 5 പ്രതികളെയും നേരിട്ട് കണ്ട് സംസാരിച്ചു. അതായത് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ഈ കാക്കനാട് ജയിലിൽ നിന്ന് എത്തിയ 5 പ്രതികളെയും കണ്ട് സംസാരിച്ചു എന്നതാണ് P ജയരാജൻ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ചില വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തി. ഈ ജയിലറ കാണിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ആരും ഭയപ്പെടുത്തേണ്ട എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേരത്തെ നമുക്കറിയാം പാർട്ടി ഈ പ്രതികളെയൊക്കെ തള്ളിപ്പറഞ്ഞതാണ്. അതേ പ്രതികളെ തന്നെ ജയിലിലെത്തിക്കുന്ന ഘട്ടത്തിൽ, അതായത് ഈ പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്. ആ പ്രതികളെ എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് P ജയരാജൻ എത്തിയത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരെ നേരിട്ട് കണ്ടില്ല. അവരെ ജയിലിലെ 10-ാം ബ്ലോക്കിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ച ഘട്ടത്തിൽ ഈ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നിന്നാണ് P ജയരാജൻ അവരെ നേരിട്ട് കണ്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. CBI കോടതിയിൽ പ്രതികൾ നൽകിയിട്ടുള്ള അപേക്ഷ പരിഗണിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിയ്യൂർ ജയിലിൽ നിന്നും അതോടൊപ്പം തന്നെ കാക്കനാട് ജയിലിൽ നിന്നും പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഈ ബന്ധുക്കളെ ഉൾപ്പെടെ നേരിട്ട് കാണാൻ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം എന്നതായിരുന്നു അവരുടെ അപേക്ഷയിൽ പറഞ്ഞത്. ഇന്ന് KV കുഞ്ഞിരാമൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവർ, മറ്റ് ബന്ധുക്കൾ ഇവിടെ എത്തിയിരുന്നു. പാർട്ടി പ്രവർത്തകർക്കൊപ്പം കാസർഗോഡ് നിന്നാണ് നിരവധി പ്രവർത്തകർ ഇവരെ ഈ ജയിലിലേക്ക് കയറ്റുന്ന ഘട്ടത്തിൽ ഇവിടെ എത്തി അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ പെരിയ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ 9 പ്രതികളെ 10-ാം ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു പ്രതികളെയും അതേ ബ്ലോക്കിലേക്ക് മാറ്റുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ, 2 യുവാക്കളെ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ട് അപ്പോഴും പാർട്ടിയുടെ നേതൃത്വം പറയുന്നത് പാർട്ടിക്ക് പങ്കില്ലെന്നാണ്. തുടർന്നും ഈ പറഞ്ഞത് തന്നെ ആവർത്തിച്ചിട്ടും ഈ കുറ്റവാളികളെ ജയിലിലെത്തിക്കുമ്പോൾ CPM-ന്റെ ഉന്നത നേതാക്കളടക്കം അവിടെ സന്ദർശിക്കുന്നത് പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതല്ലേ? സുഹൈൽ, ഇതിൽ CPM നൽകുന്നൊരു വിശദീകരണം എന്നുള്ളത് ഇതിൽ ഈ CBI അന്വേഷണത്തിന് ശേഷം പ്രതി ചേർത്തതാണ് KV കുഞ്ഞിരാമൻ. അങ്ങനെ പാർട്ടി നേതാക്കളെ ഇതിൽ കൃത്യമായി രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടം, അതായത് നിലവിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പാർട്ടി നേതാക്കൾ KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ അവർക്ക് വേണ്ടിയുള്ള നിയമപോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും തുടരും എന്ന് തന്നെയാണ് CPIM വിശദീകരിക്കുന്നത്. മറ്റ് പ്രതികളുടെ കാര്യത്തിൽ അങ്ങനെ പ്രത്യക്ഷമായി CPM പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് കൂടി CPM ഐക്യദാർഢ്യം അല്ലെങ്കിൽ അവർക്കൊപ്പവും CPM ഉണ്ട് എന്ന സന്ദേശം നൽകുന്ന, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നതാണ് CPM-ന്റെ മുതിർന്ന നേതാവ് P ജയരാജൻ അവരെ ഈ പ്രതികളെ ഇവിടെ എത്തിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ എത്തി അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, മറ്റു പ്രതികൾക്ക് അവരെ കൂടി കാണുമോ, അല്ലെങ്കിൽ അവർക്ക് കൂടി ഐക്യദാർഢ്യം എന്ന നിലയിലാണോ ഇവിടെ എത്തിയതെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി തള്ളാൻ P ജയരാജൻ തയ്യാറായിട്ടില്ല. എല്ലാവരും സഖാക്കളാണ്. അത് ഈ കോടതി വിധി എന്നുള്ളത് അന്തിമമല്ല, CBI കോടതിയുടെ വിധി എന്നുള്ളത് അന്തിമമല്ല. മേൽക്കോടതിയിൽ അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് അവസരമുണ്ട്. ആ അവസരം വിനിയോഗിക്കും എന്നതാണ് P ജയരാജൻ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് കുറ്റവാളികളെ ചേർത്ത് പിടിക്കുകയാണ് CPM. പിന്നെയും മുദ്രാവാക്യം വിളിച്ചാണ് കുറ്റവാളികളെ എതിരേറ്റത്.